വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അതാണ് ഇനിയുള്ള അരമണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുക. വീണ്ടും ജീവനെടുത്ത് കടുവ. നാടിനെ ആകെ ഭീതിയിലാക്കി വയനാട്ടിൽ സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നു. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയെയാണ് കടുവ കൊന്നത്. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ കാണുന്ന ഭാഗത്തു നിന്ന് 150 മീറ്റർ മാത്രം അകലെ രാവിലെ 11 മണിയോടുകൂടിയാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വനംവകുപ്പ് വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ രാധയെ 8:30 സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തിച്ചു. കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയാണ് രാധ എത്തിയത്. തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഏതാനും ദൂരം വനത്തിനുള്ളിലൂടെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ്. മൃതദേഹം വളരെ അവസ്ഥയിലാണ്. അതായത് കയത്തിന് മുകളിലോട്ടില്ല, തലഭാഗമില്ല, അതുപോലെ ബാക്ക് സൈഡില്ല. ഇവിടുന്ന് കറക്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടില്ല. ഒരു മുടിയുടെ ഒരു കഷ്ണം മാത്രം ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ പുറം ഇല്ല, എങ്ങനെ പുറത്തിന്റെ ഒരു പീസും ഇല്ല. ആ ഒരു കണ്ടീഷനിലാണ് അവിടെ മൃതദേഹം കിടക്കുന്നുണ്ടായത്. നാട്ടുകാരും തണ്ടർബോൾട്ട് സംഘവും മൃതദേഹം പ്രിയദർശിനി എസ്റ്റേറ്റിലെത്തിച്ചു. സംഭവസ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതിനിടെ കടുവയെ വീണ്ടും കണ്ടുവെന്ന് നാട്ടുകാർ. അപ്പോൾ ഒരു ഗർജനം പോലെ കേട്ടു, ഒരു ഗ്രറെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പരിസരം എല്ലാം വായിച്ച് ലേശം നീങ്ങുമ്പോഴത്തേക്കും പുള്ളി ചാടി എണീച്ച്. കടുവ അവിടെ തന്നെ ഉണ്ട്. ക്ഷീണമാണ്, ഭയങ്കര ശരീരം കൊട്ടിയിട്ടാണ്, നല്ല ഹൈറ്റാ. ബേഗൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി. ഒരു ഭാഗം വനം, കാപ്പി തേയിലത്തോട്ടങ്ങൾ മറുഭാഗത്ത്. വന്യമൃഗശല്യം രൂക്ഷമെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് മന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിനാണ് പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിച്ചത്. കടുവയെ കൊല്ലാതെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ലെന്നും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും നാട്ടുകാർ. അപ്പൊ ഈ പുല്ലിനെ കൊണ്ടിങ്ങനെ ഇട്ടാലേ ഞങ്ങൾക്ക് ജീവിക്കാണോ? അതുകൊണ്ട് പുല്ലിനെ പോയി പിടിക്കട്ടെ അവരെ. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിന് നേരെയും കടുത്ത പ്രതിഷേധം. പ്രതിഷേധക്കാരെ ശാന്തരാക്കാൻ മന്ത്രി ശ്രമിച്ചെങ്കിലും കടുവയെ കൊല്ലുമെന്ന ഉറപ്പ് വേണമെന്ന നിലപാട്. കടുവനെ നമുക്ക് കൂട് വെച്ചിട്ടോ മയക്ക് വെടി വെച്ചിട്ടോ അടിയന്തരമായി പിടിച്ച് ഇതിനെ ഒഴിവാക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതാണ് ജനങ്ങളുടെ വികാരം. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പുറത്ത് പ്രതിഷേധം തുടർന്നു. ഇതിനിടെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്ത്. ഇക്കാര്യം മന്ത്രി അറിയിച്ചു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂട് വെക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിക്കുക ഒരു വശം നമ്മൾ നോക്കും. മറ്റേ ചില ഓർഡർ ഇറങ്ങുന്ന മുറയ്ക്ക് നമ്മൾ വെടിവെക്കാനുള്ള നടപടികൾ നമ്മൾ മറുവശം ശ്രമിക്കും. ഇതോടെ പ്രതിഷേധത്തിന് താൽക്കാലിക ശമനം. പിന്നാലെ മൃതദേഹം മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കടുവയെ വെടിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയെ ചുമതലപ്പെടുത്തി. കടുവാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രദേശത്ത് ദ്രുതകർമ്മസേനയെ വിന്യസിക്കും. വിദഗ്ധ ഷൂട്ടർമാരും വെറ്ററിനറി ഡോക്ടർമാരും ജില്ലയിലെത്തും. എന്നാൽ ഈ പ്രദേശത്തുകാരുടെ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യമാണ് ബാക്കി. മനു ദാമോദരനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ ഊർജിത ശ്രമം. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജസ്സി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവയെ പിടികൂടാൻ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ധനസഹായമായ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, അവിടെ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു. ഏറ്റവും ഒടുവിലായി ദൗത്യസംഘം വിശദീകരിക്കുന്നത് എന്താണ്? നീക്കങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കും.
പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ ദൗത്യസംഘത്തിന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവയെ ആവശ്യമെങ്കിൽ വെടിവെച്ച് കൊല്ലാം എന്ന ഉത്തരവ് ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യ ശ്രമം എന്നുള്ള നിലയിൽ കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. അതിന് മയക്കുവെടി വയ്ക്കാനുള്ള നീക്കവും ഉണ്ടാകുന്നുണ്ട്. മറ്റ് വഴികളില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം എന്ന നിലപാടിലാണ് ഈ ഘട്ടത്തിൽ ദൗത്യസംഘം ഉള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, പുതിയ വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മരിച്ച കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മന്ത്രിയും കളക്ടറും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ കൈമാറുന്നതിനായാണ് ഇവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 11 ലക്ഷം രൂപ കുടുംബത്തിന് നൽകും എന്നാണ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. അതിൽ 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം എന്ന നിലയിൽ ഇപ്പോൾ കൈമാറുകയും ചെയ്യും. അതിനായി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, മന്ത്രിയും കളക്ടറും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കൂട് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട, കടുവയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒരു വശത്തുകൂടി പുരോഗമിക്കുന്നുണ്ട്. അതിൽ കൂട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ നടപടി. അത് ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയാണ് ദൗത്യസംഘത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ പുനരാരംഭിക്കുക. ഒപ്പം തന്നെ ദൗത്യസംഘത്തിന്റെ ഒരു കാവൽ ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഊർജിതമായ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്, ഊർജിതമായ രീതിയിൽ നിലവിൽ നടക്കുകയാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, കടുവയെ പിടിക്കുന്നതിനാവശ്യമായ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ സേനാംഗങ്ങളെ, ഈ ദൗത്യ സേനാംഗങ്ങളെ കൂടുതൽ ഇവിടേക്ക് എത്തിക്കുക, RRT സംഘങ്ങളെ കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിക്കുക, ഷൂട്ടർമാരെ എത്തിക്കുക, ഈ വെറ്ററിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ, അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ ഉടനടി ഈ പ്രദേശത്തേക്ക് എത്തിക്കുക, ഈ ദൗത്യസംഘം സുഗമമായ രീതിയിൽ നാളെ പുനരാരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ കളക്ടറും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു. നേരത്തെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് കളക്ടർ ഈ പ്രദേശത്തേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യം നാട്ടുകാർ ഉന്നയിച്ചതാണ്. കളക്ടർ എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തി തങ്ങൾക്കൊരു മറുപടി നൽകാത്തത് എന്നവർ ഏറെ വൈകാരികമായി രോഷാകുലരായി ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടർ അതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. താൻ ചില മീറ്റിംഗുകളുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് റിവ്യൂ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് താൻ കണ്ണൂരിലായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇവിടേക്ക് വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തതാണ്. ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു, മറ്റു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി അവർ മുന്നോട്ട് പോയതാണ്. ഏതായാലും നേരത്തെ ഉയർന്നു വന്ന ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക്, അവരുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകുക കൂടിയാണ് കളക്ടർ DR മേഘശ്രീ ഈ ഘട്ടത്തിൽ ചെയ്തത്. ഏതായാലും ഒരു ഭാഗത്ത് ഈ കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കടുവയെ വീണ്ടും കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. അവർ വലിയ ആശങ്കയിലാണ്. ഇനിയും കടുവ ഇറങ്ങുമോ എന്നുള്ള അവരുടെ ഭീതി ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഇപ്പോഴുള്ള ഈ ദൗത്യസംഘത്തിന്റെ നീക്കങ്ങളെ, അവരുടെ ആക്ഷൻ പ്ലാനിനെയൊക്കെ നാട്ടുകാർ കാണുന്നത് എങ്ങനെയാണ് അഭിജിത്ത്? നിലവിൽ അവർക്കൊരു ആശങ്കയുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. കാരണം വനമേഖലയോട് അടുപ്പിച്ചുള്ള ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു കടുവ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അത് അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ അപഹരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലൊക്കെ അവരുടെ ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, അവരുടെ ഭീതി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും പലപ്പോഴും അതൊന്നും ഫലം കാണാറില്ല എന്നുള്ള അവരുടെ മുൻകാല ചരിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അതിനാൽ തന്നെ അവരുടെ ഭീതി, അവരുടെ ആശങ്കയൊക്കെ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ ഈ വലിയ പ്രതിഷേധം അവിടെ ഉടലെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ആശങ്ക തന്നെയാണ്, ഈ ഭീതി തന്നെയാണ്. കേവലം ഒരാഴ്ച മുൻപ് മാത്രമാണ് അവർ ഈ പ്രദേശത്തുള്ള വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർക്ക്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയത്. പക്ഷേ അതിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അത് ന്യായവുമാണ്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ വന്യമൃഗങ്ങൾ തങ്ങളുടെ ആവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു, തങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു, തങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ അത് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഏറെ ആശങ്കയോടെയാണ് അവർ നോക്കിക്കാണുന്നത്.
മന്ത്രി അക്കാര്യത്തിൽ നേരത്തെ ഒരു വിശദീകരണം നൽകാൻ ശ്രമിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മരിച്ച രാധയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ മന്ത്രി ഒ ആർ കേളു കൈമാറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരത്തെ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അത് സ്വാഭാവികവുമാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടമായ കാര്യമാണ്. അവിടെ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി ദൗത്യസംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേരാണ്. വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ കഴിഞ്ഞ 30 വർഷത്തിനിടെ 120ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കടുവ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 8. 2015 ഫെബ്രുവരി 10-നാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ മുക്കുത്തിക്കുന്നിൽ ഭാസ്കരൻ എന്ന 66-കാരൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതേ വർഷം തന്നെ ജൂലൈയിൽ കുറിച്യാട് വനഗ്രാമത്തിൽ ബാബുരാജ് എന്ന 23-കാരനും ജീവൻ നഷ്ടമായി. 2017 നവംബറിൽ തോൽപ്പെട്ടി റേഞ്ചിലെ വനംവകുപ്പ് വാച്ചറായ കക്കേരി കോളനി നിവാസി ബസവ എന്ന 44-കാരൻ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2019 ഡിസംബർ 24-ന് ബത്തേരി പച്ചാടി കാട്ടുനായ്ക്കർ കോളനിയിലെ 60-കാരനായ ജഡയനും 2020 ജൂൺ 16-ന് ബസവൻകൊല്ലി എന്ന കാട്ടുനായ്ക്ക കോളനിയിലെ ശിവകുമാറും കൊല്ലപ്പെട്ടു. 2023 ജനുവരി 12-ന് 60-കാരനായ പുതുശ്ശേരി വെള്ളാനംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് എന്ന സാലു കൊല്ലപ്പെട്ടിരുന്നു. അതേ വർഷം തന്നെ ഡിസംബർ 9-നാണ് വാഗേരി മൂടക്കൊല്ലിയിലെ പ്രജീഷും കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒടുവിൽ ഇന്ന് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധയും. റിസർച്ച് ഡെസ്ക് 24. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടിവെച്ച് ചികിത്സ നൽകി. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് വിട്ടു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. 1.5 ദിവസം മുൻപേ ദൗത്യത്തിനിടെ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ ആനയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. രാവിലെ 6:30 ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24 ക്യാമറ കണ്ണിൽ പതിഞ്ഞു. 6:50-ന് മുറിവേറ്റ ആന തന്നെയാണെന്ന് 24 സംഘം സ്ഥിരീകരിച്ചു. പിന്നാലെ വിവരം വനംവകുപ്പിന് കൈമാറി. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14-ൽ നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലെത്തി. കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2-ാം ബ്ലോക്കിൽ വെച്ച് മയക്കുവെടിവെച്ചു. 2 തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വച്ചു ബന്ധിപ്പിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് DFO R ലക്ഷ്മി. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. അതിരപ്പള്ളിയിൽ നിന്നും സൂരജ് സജി, 24. മലപ്പുറം മുറിങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ ജില്ലാ ഭരണകൂടവും വനംവകുപ്പും നാട്ടുകാരുമായി നടത്തിയ ചർച്ച വിജയം. ചർച്ചയിലെടുത്ത തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു. വന്യമൃഗശല്യത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. കാട് കയറിയ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ്. മലപ്പുറം കലക്ട്രേറ്റിൽ വെച്ചാണ് ഇന്നലെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ജില്ലാ കലക്ടറും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാട്ടാന കിണറ്റിലകപ്പെട്ട പ്രദേശത്തെ നാട്ടുകാരുമായി ചർച്ച നടത്തിയത്. പ്രധാനപ്പെട്ട 4 തീരുമാനങ്ങളാണ് ചർച്ചയിലുണ്ടായത്. 7.5 കിലോമീറ്റർ ദൂരത്തിൽ തൂക്കുവൈദ്യുത വേലി വനമേഖലയോട് ചേർന്ന് സ്ഥാപിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങും. ST വിഭാഗക്കാർ താമസിക്കുന്ന മേഖലയിൽ ലൈറ്റുകൾ സ്ഥാപിക്കും. കൃഷിനാശം സംഭവിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാര തുക നൽകാനും ധാരണയായി. കാട്ടാന വിള നശിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രധാന പരാതികളിൽ ഒന്നായിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിൻ്റെ കേസിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ അതിൻ്റെതായ ഉള്ള പോർട്ടലിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഇതും സ്വീകരിക്കുന്നുള്ള ഇതും കൂടി നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമാണ്. നാളെ തന്നെ അവിടുത്തെ അലൈൻമെൻറ്റുകൾ പരിശോധന ആരംഭിക്കാനുള്ള തീരുമാനം ഇവർ ഉടൻ തന്നെ എടുത്തു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ച കൊമ്പനെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ്. കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും വിക്രമുമാണ് ഊർങ്ങാട്ടിരിയിലുള്ളത്. ആന ഉൾവനത്തിലെന്നതാണ് നിഗമനം. കിണറിന്റെ നഷ്ടപരിഹാര തുകയായ 1.5 ലക്ഷം രൂപ ഉടമ സണ്ണിക്ക് വനം വകുപ്പ് കൈമാറി. 24 മലപ്പുറം.
സംസ്ഥാനത്തിന്റെ പലയിടത്തും കാട്ടാന ഭീതി ഒഴിയുന്നില്ല. ഇടുക്കി മറയൂർ ചിന്നാർ റോഡിൽ ബസ്സിന് മുമ്പിലെത്തിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. അരമണിക്കൂർ നേരം കാട്ടാന ബസ്സിന് മുമ്പിലായി റോഡിലൂടെ നടന്നു. തുടർന്ന് ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് കാട് കയറി. പാലക്കാട് ചുള്ളിമടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കൊങ്ങൺ പാടത്തെ കൃഷിയിടത്തിലാണ് ആന ഇറങ്ങിയത്. ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് വനാതിർത്തിയിലേക്ക് തുരത്തി. റേഷൻ കട വ്യാപാരികളുമായി ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും നടത്തിയ ചർച്ച പരാജയം. തിങ്കളാഴ്ച മുതൽ കടകൾ അടച്ചുള്ള അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചു. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി നിലപാടെടുത്തെന്ന് വ്യാപാരികൾ പറഞ്ഞു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ മേഖല. വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ നിലവിൽ സമരത്തിലാണ്. ഇതിനിടയിലാണ് റേഷൻ വ്യാപാരികളും സമരപ്രഖ്യാപനം നടത്തിയത്. പ്രശ്നപരിഹാരത്തിന് ആദ്യം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇന്ന് ധനമന്ത്രി KN ബാലഗോപാലും ഭക്ഷ്യമന്ത്രി GR അനിലും ഓൺലൈനായി യോഗം വിളിച്ചു. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കഴിയില്ലെന്ന് ധനമന്ത്രി നിലപാടെടുത്തതോടെ 1 മണിക്കൂർ നീണ്ട ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. മുൻ നിശ്ചയിച്ചത് പ്രകാരം തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടഞ്ഞുകിടക്കും. ഈ മാസത്തെ ഭക്ഷ്യധാന്യ വിതരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയുള്ള സമരം സാധാരണക്കാരെയും ബാധിക്കും. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ തീരുമാനത്തെ വിമർശിച്ച് ഹൈക്കോടതി. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് കോടതി ചോദിച്ചു. കമ്മീഷനെ നിയമിച്ചതിൽ ബുധനാഴ്ച വിശദീകരണം നൽകണമെന്നാണ് സർക്കാരിനോട് കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് CN രാമചന്ദ്രനെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത് ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ വേദിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബിച്ചു കുര്യൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനം. കമ്മീഷനെ സർക്കാർ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാനാണ്. വഖഫ് കേന്ദ്രപരിധിയിൽ വരുന്ന വിഷയമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം സിവിൽ കോടതി തീർപ്പാക്കിയ കേസിൽ ഇടപെടാനാകില്ല. കമ്മീഷന്റെ നിയമനം ദോഷകരമായ ഫലമുണ്ടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഭൂവിഷയം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലാണെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ നടുക്കുന്ന മൊഴി. ആതിരയെ കൊലപ്പെടുത്താൻ കരുതിക്കുട്ടിയെത്തി എന്നാണ് പ്രതിയുടെ മൊഴി. ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമം നടത്തി. പോലീസ് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. കൃത്യം നടന്ന ചൊവ്വാഴ്ച രാവിലെ 6:30 ലോഡ്ജിൽ നിന്നിറങ്ങിയ പ്രതി ആതിരയുടെ വീടിന് സമീപത്തായി ചുറ്റിക്കറങ്ങി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്നുറപ്പാക്കിയ ശേഷം വീട്ടിലേക്ക്. ആതിരയുടെ കണ്ണുവെട്ടിച്ച് മുറിയിലെ കിടക്കയ്ക്കടിയിൽ കത്തിയൊളിപ്പിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തിയിറക്കി. ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ നിലവിളിക്കാനോ പ്രതികരിക്കാനോ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. മരണം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട തന്റെ ഷർട്ട് ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറി നാടുവിട്ടു. 2 ദിവസം പലയിടങ്ങളിലായി കറങ്ങി. തന്നെ തിരിച്ചറിഞ്ഞു എന്നായതോടെ വസ്ത്രങ്ങളുമെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി ഇന്നലെ പിടിയിലായത്. ആതിര തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയതിനാൽ വകവരുത്തി എന്നായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ജോൺസൺ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ്. 24 തിരുവനന്തപുരം. എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതു ജയനെ റിമാൻഡ് ചെയ്തു. പ്രതിയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ജിതിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പ്രതി ഋതു ജയനെ 4 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ 60% പൂർത്തിയായിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മൊഴിയെടുക്കും. ഇതിനോടകം തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകളും പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രതിക്കെതിരെ അക്രമ സാധ്യത കണക്കിലെടുത്ത് 9:30 കോടതിയിൽ ഹാജരാക്കി. ഋതു ജയനെ ആലുവ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം 538 പേരെ അറസ്റ്റ് ചെയ്തെന്നും 100 കണക്കിന് ആളുകളെ സൈനിക വിമാനത്തിൽ നാടുകടത്തിയെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു.
നാട് കടത്തിയവരിൽ ഒരു ഭീകരവാദിയും ക്രിമിനൽ സംഘത്തിൽപ്പെട്ട 4 പേരും ലൈംഗിക കുറ്റവാളികളും ഉൾപ്പെടുന്നുവെന്ന് കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് DGPയുടെ സർക്കുലർ. പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടും മാന്യത വിട്ട് പെരുമാറരുത്. ഭാഷയിലും പെരുമാറ്റത്തിലും സഭ്യത പുലർത്തണമെന്നും സർക്കുലറിൽ പരാമർശം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതേ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന സർക്കുലർ മുമ്പ് DGP തന്നെ പുറത്തിറക്കിയിട്ടുള്ളതാണ്. ഇപ്പോഴിങ്ങനെ വീണ്ടും ഒരു സർക്കുലർ ഏത് പശ്ചാത്തലത്തിൽ, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, വിശദാംശങ്ങൾ ഷഫീദ്? ഋജിത്ത്, സേനയിൽ ഈ അച്ചടക്കലംഘനം ഉണ്ടാകുമ്പോഴൊക്കെ സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനത്തെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇത് 4-ാമത്തെയോ 3-ാമത്തെയോ സർക്കുലറാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തിറക്കുന്നത്. പക്ഷേ വീണ്ടും സേനയിലെ ചില ആളുകളെങ്കിലും അച്ചടക്കലംഘനം നടത്തുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അത് നന്നായിരിക്കണം. പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടും മാന്യത വിട്ട് പെരുമാറരുത്. ഭാഷയിലും പെരുമാറ്റത്തിലും സഭ്യത പുലർത്തണം. സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ടെന്നും സർക്കുലറിൽ DGP ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ മുൻപത്തെ സർക്കുലറിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കാലാകാലങ്ങളിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും സർക്കുലറിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഈ സർക്കുലർ കൊണ്ട് പോലീസ് സേനയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസ് തലപ്പത്തെ ആളുകൾ കൊണ്ട് മാത്രവുമല്ല കർശന നടപടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ചില നടപടികൾ അത് ഇനിയും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യയുടെ സമയം പൂർത്തിയാവുകയാണ്.